വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് 2025 മോഡൽ ZX10R ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് ഓടിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ സൂപ്പർ സ്പോർട്ടിൽ ഞാനിപ്പോൾ ഉള്ളൊരു ചെന്നൈയിലാണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവരുടെ 2 ബൈക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരെ ട്രെയിനിൽ കയറിയിട്ട് ഇന്നലെ പട്ടിണി കിടന്നിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 1000cc ബൈക്ക് ഓടിക്കുന്നത്. ഇത്രയും പവർഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. C900 വരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഭീകരമായിട്ടുള്ളൊരു പവർ. നമുക്ക് ആ ഒരു 180-ലാണോ അല്ലെങ്കിൽ 200-ലാണോ പോകുന്നതെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഇതൊന്ന് ഓടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ചെന്നൈയിലെ ഏതോ ഒരു കുഗ്രാമത്തിൻ്റെ റോട്ടിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ നിന്നേ കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ NH കഴിഞ്ഞപ്പോട്ട് ഇങ്ങോട്ട് കയറ്റാൻ തോന്നി. ഒരു പോക്കറ്റ് റോഡ് കിട്ടിയപ്പോൾ അവിടെ വെച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ട്. അപ്പുറത്തേക്കൊക്കെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാം ജസ്റ്റ് അപ്പുറത്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റ് എനിക്ക് പഴയ മോഡലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മോഡൽ കണ്ട് ഇതിനോടൊരു ഇഷ്ടം തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർക്കിലേക്ക് വരുന്ന സമയത്ത് ഷോവയുടെ 41mm അപ്സൈഡ് ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് അതിൻ്റെ ബാക്കി സെറ്റപ്പുകളൊക്കെ കാണാൻ കഴിയും. ഒരു സസ്പെൻഷനെ കവാസാക്കി വിളിക്കുന്നത് BFF എന്നാണ് കേട്ടോ. അതിൻ്റെ കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഫ്രണ്ടിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ വൈസർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു റോഡിലേക്ക് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി ഡൗണിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കൂടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കൂളിംഗ് ഒക്കെ പൊട്ടിച്ചാൽ തന്നെ ഇതിനകത്ത് വിസിബിലിറ്റി നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രണ്ട് ടയർ വരുന്ന ബാറ്റ്ലേഴ്സിൻ്റെ RS 11F എന്ന് പറഞ്ഞൊരു ടയറാണ്. അത്യാവശ്യം ടൂറിങ്ങിനും അതുപോലെ തന്നെ കോർണറിങ്ങൊക്കെ പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ പഴയ മോഡൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഹെഡ്ലൈറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മോഡലിൽ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. എനിക്ക് പഴയതിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുതിയ മോഡൽ കണ്ടായി ഓടിച്ച് അതിനോടുള്ളൊരു ഇഷ്ടം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സ്പോർട്ടിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ ഒരു പക്ഷേ വേറെ കാണുമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടം ഈ ഒരു മോഡലിൽ തന്നെയാണ് കേട്ടോ. ശരിക്കും ലൈറ്റിൻ്റെ 2 സൈഡിലായിട്ട് നമുക്കൊരു ഇത് കാണാൻ കഴിയും. അതൊരു ഹയർ RPM ഒരു 170 180-ലൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റിനെ തുളച്ച് കയറാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു 2 സൈഡിലും. ഇവിടെ നമുക്ക് സെൻറ്ററിലൊരു റാമെയർ കാണാം. വലിയ ഹോളായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എയർ അകത്തേക്ക് ചെല്ലും തോറും വണ്ടീനെ കൂടുതൽ പവർഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ് കവാസാക്കി ഈ ഒരു വണ്ടിയിൽ. പിന്നെ മിറേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന പോലെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റൊക്കെ നമ്മൾ R15-ലൊക്കെ ചെയ്യുന്ന കാണാം. LED മിറേഴ്സ് കാണാം. അതേപോലെ തന്നെ ആ ഒരു മുതൽ ഇതിനകത്ത് കാണുന്ന ഭയങ്കര രസമാണ് കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ 10R-ൻ്റെ മിറർ എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫോമിൽ അവന്മാർ അതിനെ വിളിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. പകുതിയോളം നൈട്രജൻ ഫില്ലാണ്. അതുപോലെ തന്നെ ട്രാക്കിലും റോട്ടിലാണെങ്കിലും ശരി അത്യാവശ്യം നല്ല കോർണറിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേൾഡ് നമ്പർ 1 ബ്രേക്കിംഗ് ആയിട്ടുള്ള ബ്രംബോൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ ടയർ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 120mm ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സിലേക്ക് വരുമ്പോൾ 70mm ആണ് ടയർ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ടയർ സൈസ് നമുക്ക് തോന്നിക്കും ശരിക്കും 120 ആയതുകൊണ്ട് തന്നെ. എടുത്തു പറയേണ്ട ഒരു കാര്യം ടാങ്കിനെ പറ്റിയാണ്. അത്രയും വലിയ 17 ലിറ്റേഴ്സിൻ്റെ ഒരു വലിയ ടാങ്ക് തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ടാങ്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ടാങ്കിൽ കിടന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് കിടന്ന് ഓടിക്കേണ്ട ഒരു സെറ്റപ്പ് തന്നെയാണ് വണ്ടീൻ്റെ വെയിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 207 കിലോ ആണ്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 205 ഹോഴ്സ് പവറാണ്. അപ്പോൾ നിങ്ങൾ പവറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭീകരമായിട്ടുള്ളൊരു ട്രാക്ക് മെഷീൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ട്രാക്കിൽ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ കവാസാക്കി. പിന്നെ എല്ലാം പറഞ്ഞു വന്നപ്പോൾ ഈ എഞ്ചിനെ കുറിച്ച് പറയാൻ ഞാൻ മറന്നുപോയതല്ല, ഇത് പറയുകയാണ്. എഞ്ചിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയുകയാണ്. 998cc ഇൻലൈൻ 4 ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. എയർ കൂൾഡും കൂടി ഉണ്ട് കേട്ടോ സപ്പോർട്ടിന്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം ഈ സിലിണ്ടേഴ്സ് സെറ്റ് ചെയ്തേക്കുന്ന ലൈനായിട്ട്. ടോർക്കിലേക്ക് വരുന്ന സമയത്ത് 115 ടോർക്കാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു വന്നപ്പോൾ എഞ്ചിൻ്റെ പെർഫോമൻസിനെ പറ്റി എടുത്ത് ഇനി പറയേണ്ട കാര്യമില്ല എന്ന് കരുതുന്നു. സിലിണ്ടർ ഫയറിങ്ങിൻ്റെ ഓർഡർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ആദ്യത്തെ സിലിണ്ടർ ഫയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3rd വൺ, അത് കഴിഞ്ഞിട്ട് 4th വൺ, പിന്നെയാണ് 2nd സിലിണ്ടർ ഫയർ ചെയ്യുക.
അപ്പം തന്നെ അറിയാം ഭീകരമായിട്ടുള്ള പവർ തന്നെയാണ് കേട്ടോ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് 5th ഗിയറിലാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് വന്നത്. ഒരു 180 190 കണ്ടാണ് ഞാൻ ആ റോഡ് ക്രോസ് ചെയ്ത് വന്നിരിക്കുന്നത്. ശരിക്കും നാട്ടിലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എൻജിൻ ലിക്വിഡ് കൂള് മാത്രമല്ല കേട്ടോ, ഓയിൽ കൂൾഡും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓവർ ഹീറ്റാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള കൂളിംഗ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 207 കിലോ ആണ് കേട്ടോ. ഷാസിയിലേക്ക് വരുന്ന സമയത്ത് അലുമിനിയം ഷാസി തന്നെയാണ് കേട്ടോ വണ്ടി കൊടുത്തത്. ഈ ഭാഗത്തൊന്നും റണ്ണിങ് ടൈമിൽ ടച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരമാണ് ഇവിടെ ടാങ്ക് ഗ്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ഗ്രിപ്പ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെ ഇവിടെയൊക്കെ തൊടാൻ നിന്നാൽ പൊട്ടും. ഞാൻ ഗ്ലൗസ് ഇട്ട് തൊട്ടിട്ട് തന്നെ ചെറിയ രീതിക്കുള്ള ചൂടടിക്കുന്നുണ്ട് എനിക്ക്. നമുക്ക് ഹൈവേയിലൊക്കെ പറക്കുന്ന നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വെന്റിലേഷൻ കാണാൻ കഴിയും. ഇത് വെറുതെ ഇട്ടല്ല കേട്ടോ, എയറിനെ തുളച്ച് കയറാൻ. അതുപോലെ തന്നെ ഇത് നേരെ പോകുന്നത് കൂളടിക്കുന്നത് നമ്മുടെ എഞ്ചിനിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് എഞ്ചിന് കുറച്ചുകൂടി ബെറ്റർ കൂളിങ്ങും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയറിലേക്ക് വരുന്ന സമയത്ത് ഒരു 1000cc ബൈക്കിലൊക്കെ കാണുന്ന പോലെ 200 സെക്ഷൻ ടയർ അല്ല കേട്ടോ വണ്ടിക്ക് 190 സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ വലിയ രീതിയിലുള്ള വലുപ്പം അറിയില്ലെങ്കിലും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭീകര ടയർ തന്നെയാണ് ശരിക്കും. കണ്ടില്ലേ, സൂക്ഷിച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അപ്പുറം എത്തില്ല. അത്രയ്ക്കും വലിയൊരു ടയർ തന്നെയാണ് ശരിക്കും. സ്റ്റിൽ ഈ വണ്ടി സ്റ്റോക്കിലാണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ക്ലൈമാക്സ് അവസാനം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. ബ്യൂട്ടിഫുൾ സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റോക്ക് ആണോ എന്ന് എനിക്ക് ജസ്റ്റ് സൗണ്ട് കേട്ടപ്പോൾ തോന്നിപ്പോയി. ഒരു വണ്ടി CKD യൂണിറ്റ് ആണ് കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ സീറ്റായിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്ത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പില്യൺ സീറ്റൊക്കെ വെക്കാം. പക്ഷേ സാരി ഗാർഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് പില്യൺ സീറ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ RTOനെ പറ്റി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സ്റ്റിൽ എനിക്ക് സിംഗിളായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ സിഗ്മയായിട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു പക്ഷേ ആരെയും ലിഫ്റ്റ് അടിച്ച് കൊണ്ടുപോകാനോ ഒന്നിനും നിൽക്കണ്ടല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാം, ആരോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോവാം. സീറ്റ് കവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ലോഗോ കാണാം. നിഞ്ചാന്ന് എഴുതിയിട്ടുള്ളൊരു ലോഗോ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊരു കംഫർട്ട് തന്നെയാണ്. കുറച്ച് ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് അതവിടെ ഉണ്ടാവും. നമുക്ക് കവാസാക്കിൻ്റെ സ്വന്തം ഒരു കിടിലൻ്റെ ഒരു ക്യുക്ക് ഷിഫ്റ്ററും കൂടെ വണ്ടിക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് ബ്രില്യൻ്റ് അല്ലെങ്കിലും കൊള്ളാം. കവാസാക്കി ബ്രാൻഡാണ്. വീഡിയോ കാണുന്ന പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും വണ്ടീൻ്റെ മൈലേജ് എത്ര കിട്ടുന്നത്. കമ്പനി പറയുന്നത് 12 മുതൽ 15 വരെയാണ് കമ്പനി പറയുന്ന മൈലേജ്. ചിലപ്പോൾ നമുക്കതിൽ കൂടുതൽ കിട്ടാം, പക്ഷേ അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് കുറവാണ്. 15ഒക്കെയാണ് നമുക്ക് സാധാരണ ഇവിടുത്തെ റോഡുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞൻ ഡിസ്പ്ലേ ആണ് കേട്ടോ. നമ്മുടെ C9 കാണുന്ന പോലെ അത്ര വലിയ ഒന്നുമല്ല, 5 ഇഞ്ച് പോലും ഇല്ല. 4.5 ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് തരും. നമ്മൾ കയറി ഇരുന്ന് കിടന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാം കവാസാക്കി എന്ന് എഴുതി കാണിച്ച് നിഞ്ചേൻ്റെ ആ ഒരു ലോഗോ നമുക്ക് ഓടിക്കളിക്കുന്നത് കാണാം. പിന്നെ നമുക്കൊരു കുട്ടി ഡിസ്പ്ലേ ആണ്. അതിനകത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും കാണിക്കില്ല. പിന്നെ 835 ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. കുറച്ച് കൂടുതൽ തന്നെയാണ്. എനിക്ക് 800 mm ആണ്. എനിക്ക് കാല് ജസ്റ്റ് ഫ്രണ്ട് കുത്തി നിൽക്കുക എന്നല്ലാതെ ഓവർ ഇതായിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് തന്നെയാണ് ഹാൻഡിൽ ബാറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 80,000 1 lakh ஓலிங்ஸ் பிராண்ட். ஓ, ஸ்டாக்ல வரது தான். ஸ்டாக் தான் வித் இன்பில்ட் தான். இண்டிவிஜுவல் பிரைஸ் 1 lakh வரும். ഇത് സ്റ്റോക്കിൽ കമ്പനി കൊടുക്കുന്ന 6R அடிஷனல் நான் பே பண்ணி போடணும். பழைய லொக்கேட் இருக்கு இல்ல, அது 900க்கே போடுறாங்க. 800 900க்கே போடுறாங்க டைம் தான். நேக்டு வெர்ஷனில் இந்த பிராண்டு தான் அக்யூட்டாக ஒர்க் ஆகும் ஓலிங்ஸ். பட் லோக்கல் ஆஃப்டர் மார்க்கெட்டில் 25-18,000 தான் இருக்குது. பட் அது அந்த அளவுக்கு அக்யூட்டாக ஒர்க் ஆகுமான்னு தெரியாது. സ്വിച്ചസിലേക്ക് വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും പാസ് സ്വിച്ചും ഇവിടെ നമുക്ക് കാണാം. പിന്നെ റൈഡിംഗ് മോഡ്സ് മാറ്റാനുള്ളതും റോഡ് റെയിന് സ്പോർട്ടും പിന്നെ റൈഡർ മോഡുമാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഓൺ സ്വിച്ചും വേണം. നമുക്ക് വണ്ടിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് റണ്ണിങ് വീഡിയോ എടുത്തു നോക്കാം. എനിക്കാണെങ്കിൽ ഇത് നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. നമ്മുടെ ഫ്രണ്ടിൽ C9 കിടപ്പുണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ ആരോൻ്റെ എക്സോസ്റ്റാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത്. ഭീകരമായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ ജസ്റ്റ് സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു നീറ്റായിട്ടുള്ളൊരു പ്രീമിയം സൗണ്ട് തന്നെയാണ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് കിടന്ന് തന്നെ ഓടിക്കണം.
നമ്മുടെ ജാക്കറ്റ് അതിനൊത്ത കളർ തന്നെയാണ് കേട്ടോ, ഗ്രീൻ കളർ ജാക്കറ്റ് തന്നെയാണ് വണ്ടിക്ക്, DSGൻ്റെ ജാക്കറ്റാണ്. ഈ വണ്ടി കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ അതോ ഓടിച്ചതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ ഒന്നും എനിക്കറിയില്ല. ഇത് നിർത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ NHലേക്ക് കയറണം. ഇവിടെ നമുക്ക് കുറച്ച് യൂട്ടേണും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു അഡ്വഞ്ചർ 390 അതുപോലെ തന്നെ ഒരു C900 ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലായിരുന്ന കേരളം നമുക്ക് കത്തിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളും കൂടുതൽ കർണാടകയിലും തമിഴ്നാട്ടിലാണ് സൂപ്പർ ബൈക്ക് ഉള്ളതെന്ന് കുറച്ചുകൂടെ തോന്നുന്നു. പിന്നെ വണ്ടി ഓടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് ബ്രേക്കിംഗ് അപാരമാണ്. നമ്മുടെ ക്യാമറയിൽ സ്റ്റോറേജിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി സ്റ്റോറേജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഒരുപാട് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തേം കുറേ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് NHലേക്ക് കയറാൻ പോവാണ്. വെടിയുണ്ട പോലെയാണ് വണ്ടി പോകുന്നത്. ഈസി ആയിട്ടാണ് വേണ്ടി കയറി പോകുന്നത്. ഒക്കെ ഈസി ആയിട്ടാണ് വണ്ടി കയറുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു 200+ ടോപ്പ് എൻഡ് അടിക്കണം എന്നുള്ളത്. അത് ഇത്ര കുറഞ്ഞ ടൈം കൊണ്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി നമുക്ക് കുറച്ച് സ്ലോ ആക്കാം. അവന്മാർ വരാണ്ട് എനിക്ക് വഴി ശരിക്കും കറക്റ്റ് അറിയില്ല. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിന് നമ്മൾ നേക്കഡ് സ്പോർട്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബാക്കിലേക്കുള്ള ഒരു മൂവിങ് ഉണ്ടാവും. ഇത് അതൊന്നുമില്ല. നമ്മൾ കാറ്റിനെ തുളച്ച് കയറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഒരു ഐറ്റം തന്നെയാണ്. ട്രാക്കിലായിക്കോട്ടെ റോട്ടിലായിക്കോട്ടെ. C900 ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപക്ഷെ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ വേറെ ഉണ്ടാവും. പക്ഷേ ഈ 10R തോന്നിയൊരു ഇഷ്ടം ഇതുവരെ മറ്റൊരു വണ്ടിയോട് തോന്നിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭയങ്കര എനിക്കൊരു അട്രാക്ഷൻ തോന്നിയ ഒരു വണ്ടി തന്നെയാണ്. ഈ ഒരു കളറും കൂടെ കേട്ടോ, ഗ്രീൻ കളർ തന്നെ എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഇപ്പോൾ 26 ഇറങ്ങിയ മോഡൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. എനിക്ക് അതിനോട് ഒരു വലിയൊരു ഇഷ്ടം തോന്നിയില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശരിക്കും പറഞ്ഞ ഒരു 6R ലുക്കിലേക്ക് പോയി ശരിക്കും. പക്ഷേ കിട്ടുകയാണെങ്കിൽ ഈ ഒരു മോഡൽ തന്നെ കിട്ടണം. നമ്മുടെ പഴയ 10R ഒരു പക്ഷേ ഫീച്ചേഴ്സ് കുറവായിരിക്കും. പക്ഷേ ഇത് ഫീച്ചേഴ്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ബോംബാണ് ശരിക്കും കവാസാക്കിയുടെ. അത്യാവശ്യം നല്ല രീതിക്കുള്ള വെയിലാണ്. അതുപോലെ തന്നെ വണ്ടി ഹീറ്റും അടിച്ചിട്ടുണ്ട്. 37 ആണെന്ന് തോന്നുന്നു വണ്ടീൻ്റെ ഹീറ്റ് കിടക്കുന്നത്. 96 ആണെന്ന് തോന്നുന്നു വണ്ടീൻ്റെ ഹീറ്റ് കിടക്കുന്നത്. എവിടെ നിന്നുമാണ് നമ്മൾ യൂട്ടേൺ അടിക്കേണ്ടത് ശരിക്കും. നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്തേക്കാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ത്രോട്ടിൽ കൺട്രോൾ ഇല്ലാത്തവരൊന്നും ഫസ്റ്റ് തന്നെ ഒരു ലിറ്റർ ക്ലാസ് ബൈക്കിലേക്ക് കയറാണ്ടിരിക്കുക എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് ഓടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്.
ഫസ്റ്റ് ചാടി കയറി ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക്, ഒരു ഇൻലൈൻ 4 ഓടിക്കണം എന്ന് കരുതി ഒരു ലിറ്റർ ക്ലാസ് ബൈക്കിലേക്ക് പോകാമെന്ന് കരുതി പിടച്ച് പിടിച്ച് ഇതിനകത്തൊക്കെ കയറാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു പെട്ടി വാങ്ങേണ്ടി വരില്ല, ഒരു ചെറിയൊരു കാർബോർഡ് പെട്ടിയിൽ പെറുക്കി കൂട്ടാനേ ചിലപ്പോൾ കാണത്തുള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 1000 cc വരുന്ന സമയത്ത്. മോഡ്സൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ത്രോട്ടിലിടുക. ഇതൊക്കെ ഇപ്പോൾ കിടക്കുന്ന സ്പോട്ടിലാണ്. 3 റൈഡിങ് മോഡും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സ്പോട്ടിൽ വണ്ടീൻ്റെ പവർ ഒന്ന് നോക്കട്ടെ. സ്പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള പവർ തന്നെയാണ്. ശരിക്കും ബ്രേക്കിങ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നിർത്തിയിട്ടൊക്കെ വളയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമ്മുടെ കയ്യിൽ വന്ന് ടച്ച് ആവുന്നതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു കോർണറിങ് ശരിക്കും കിട്ടത്തില്ല. അത്യാവശ്യം വെയിറ്റുള്ള വണ്ടി കൂടിയാണ്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് തൊടാതെ തന്നെ യൂ ടേൺ അടിക്കാൻ ശ്രമിക്കുക ശരിക്കും. നമ്മുടെ കൂടെ ഒരുത്തനുണ്ട്, നോക്കി നമ്മുടെ കൂടെ ഒരു അഡ്വഞ്ചർ 390 കൂടി ഉണ്ടായിരുന്നു, അവനതാ പോകുന്നുണ്ട്. എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓണറുടെ അക്കൗണ്ട് ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേക്കാം. ഈ ഓണർ ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വണ്ടി എടുത്ത സമയത്ത് നിങ്ങൾ നേരെ NH കിട്ടും, അപ്പോഴേ വണ്ടീൻ്റെ ഫുള്ള് പവർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലേക്ക് വണ്ടി വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ 2 ഫ്രണ്ട്സും കൂടെയാണ്. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. ഒരു സൂപ്പർ സ്പോർട്ട് ഓടിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊരു ലിറ്റർ ക്ലാസ് ബൈക്കാവുമെന്ന് ഞാനും കരുതിയില്ല കേട്ടോ. ശരിക്കും ഒരു ഒരു ബൂട്ടൊക്കെ ഇട്ടിട്ട് ഈ വണ്ടി ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹീറ്റ് അടിക്കുന്നുണ്ട്. വെയിലത്ത് നമ്മൾ NH കൂടെയൊക്കെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാമ്പറിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി, ശരിക്കും ഷോക്കായി. ശരിക്കും വീൽ ബാബ്ലിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി പിടിച്ചാൽ നിൽക്കില്ല ഒരിക്കലും. ആരാണെങ്കിലും ശരി, നമ്മളെ പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മളെ വണ്ടി ചിലപ്പോൾ എടുത്ത് റോട്ടിലിട്ട് അടിക്കും. എനിക്ക് ആ ഒരു കാര്യം ഇങ്ങനത്തെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി തന്നെയാണ്. അത് മറ്റും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമാവും. വണ്ടി ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് അതിനെ ഫ്രീ ആയിട്ട് വിടുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് ഒരുത്തം പോകണം നോക്കി, രണ്ടുമില്ല, ബാക്ക് ഇൻഡിക്കേറ്റർ രണ്ടുമില്ല, ഫ്രണ്ടൊക്കെ ഒടിഞ്ഞ് തൂങ്ങി കിടപ്പുണ്ട്. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ സ്ഥിതി. തെക്കോട്ട് കൈയിട്ടിട്ട് വടക്കോട്ട് ഇരിക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഉള്ളവന്മാർ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ഇനി പോയിട്ട് തണുത്ത എന്തെങ്കിലും കഴിക്കണം, അത്രയ്ക്ക് ബോഡി ഹീറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ഇല്ല. നമ്മളെ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളം എവിടെയോ കിടക്കുന്നു, തമിഴ്നാട് വേറെ എവിടെയോ കിടക്കുന്നു, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തന്മാർ വണ്ടി ഓടിക്കുന്നത്. പല വണ്ടിക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നാട്ടിലായിരുന്ന നമുക്ക് കാണാമായിരുന്നു ശരിക്ക്. ഈ വണ്ടി ഏകദേശം ഒരു 10-60 കിലോമീറ്ററോളമായി ഞാൻ ഓടിക്കുന്നു. വലിയ രീതിക്കുള്ള പെയിനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റൈറ്റ് ഹാൻഡ് ഈ ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചതിൻ്റെ ചെറിയൊരു നടുക്കായിട്ട് ചെറിയൊരു പെയിൻ ഉണ്ട്. അത് ഈ ഗ്ലൗസിൻ്റെ സെൻറ്ററിൽ പാഡിങ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ കുറേ ഹമ്പും ഉണ്ട്. ഹമ്പ് ചാടാനൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഹമ്പുകളും ഉണ്ട് കേട്ടോ, ചെറിയ ഹമ്പുകൾ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാനൊറ്റ ഒറ്റയ്ക്ക് ഈ വണ്ടി എടുത്ത് പോകാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നേനെ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണെങ്കിൽ മൊബൈൽ ഹോൾഡറും ഇല്ല, എനിക്ക് ഇവിടുത്തെ വഴിയും അറിയില്ല, അതുപോലത്തെ വഴികളുമാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഒരു ബൈ പറഞ്ഞ് പോവാണ്.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.